ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ETF-കൾ എത്രത്തോളം താഴേക്ക് പോയിട്ടുള്ളൂ എന്നാണ്. ഇത് ഓട്ടോ ബീസിൻ്റെ ഷെയറാണ്, ഇത് IT ബീസ് ആണ്, ഇത് ഗോൾഡ് ബീസ് ആണ്, ഇത് ബാങ്ക് ബീസ് ആണ്, ഇത് നിഫ്റ്റി ബീസ് ആണ്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ETF-കളും അനലൈസ് ചെയ്യാം. ഇതൊരു ഹ്യൂജ് ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. മാർക്കറ്റ് നല്ലൊരു ഡൗൺ സൈഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 10-30% നമുക്ക് റിട്ടേൺസ് സേഫായിട്ട് എടുക്കാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ് ETF-കളിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നിഫ്റ്റി ബീസിൻ്റെ 1 day ടൈം ഫ്രെയിമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഓൾ ടൈം ഹൈ മാർക്ക് ചെയ്തു. ഇതാണ് ഓൾ ടൈം ഹൈ ലെവൽ നമ്മുടെ. അതിനുശേഷം നമുക്ക് ഓൾ ടൈം ഹൈ നമ്മൾ റെഡ് കളർ കൊടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ് പോയിൻ്റ് ആയതുകൊണ്ട് അതിന് ശേഷം നമുക്കൊരു എത്രത്തോളം ഡ്രോ ഡൗൺ ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് സെല്ലിംഗ് പ്രഷർ കോസ്ഡ് ബൈ ദി വാർ റിലേറ്റഡ് ഇഷ്യൂസ്. വാർ റിലേറ്റഡ് ഇഷ്യൂസ് കൊണ്ടാണ് കൂടുതലായിട്ട് ഈ അൺസർട്ടനിറ്റി ഉണ്ടായത്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഓരോ പോളിസീസും കാരണം കൊണ്ടാണ് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഡൗൺ സൈഡിലേക്ക് പോയത്. അതിലേറ്റവും കൂടുതൽ നമുക്ക് സേഫായിട്ട് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ETF-കൾ. ആൾമോസ്റ്റ് നമുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ചെറിയ കളർ കോഡ് ചേഞ്ച് ചെയ്ത് നോക്കാം, ഈസിലി വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ. റെഡ് ബോഡിയുടെ കളർ ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് 12%-ഓളം നമുക്ക് ഡ്രോ ഡൗൺ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മതി, ഫിക്സ് ചെയ്തു. 12%-ഓളം നമുക്കൊരു ഡ്രോ ഡൗൺ കിട്ടിയിട്ടുണ്ട്. 12% സേഫിലായിട്ട് നമുക്ക് കിടപ്പുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്തത് ബാങ്ക് ബീസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൾ ടൈം ഹൈ മാർക്ക് ചെയ്യാം. ഓൾ ടൈം ഹൈ നമുക്ക് എഴുതി വെക്കാം. ഓൾ ടൈം ഹൈ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാങ്ക് ബീസ് എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആൾമോസ്റ്റ് ഒരു 12%-ഓളം നമുക്ക് 13%-ഓളം നമുക്ക് ഡൗൺ സൈഡ് കിട്ടിയിട്ടുണ്ട്. ബാങ്ക് ബീസ് നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാ ബാങ്കിങ് സെക്ടറുകളുടെയും മൂവ്മെൻറ്റ്സ് ഇതിലൂടെ നമുക്ക് റിട്ടേൺസ് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും. നിഫ്റ്റി ബീസ് പോലെയാണ്. നിഫ്റ്റി ബീസിൻ്റെ ആൾമോസ്റ്റ് ETF ആണ് ബാങ്ക് ബീസ് എന്ന് പറയുന്നത്. നിഫ്റ്റി ബാങ്ക് നമുക്ക് മൂവ്മെൻറ്റ് ഹ്യൂജ് തരുമെന്ന് ഉറപ്പുണ്ട് എങ്കിൽ, നമുക്ക് ഓപ്ഷൻസ് കോൺട്രാക്റ്റ് വാങ്ങാൻ താല്പര്യമില്ല എങ്കിൽ നമുക്ക് നിഫ്റ്റി ബീസ് വാങ്ങാം. മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് സേഫായിട്ട് റിട്ടേൺ എടുക്കാൻ പറ്റിയൊരു അവസരമാണ് ഈ ETF എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഗോൾഡ് ബീസ് എടുക്കാം. ഓൾ ടൈം ഹൈ നമ്മൾ മാർക്ക് ചെയ്തു, റെഡ് കളർ കൊടുത്തു. ആൾമോസ്റ്റ് ഒരു 11%-ഓളം നമുക്ക് അതിനകത്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. 10% ഡൗൺ നമുക്ക് ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. ഗോൾഡ് ETF, ഗോൾഡ് ബീസ് നമുക്ക് 1 day ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ IT ബീസാണ്. നമുക്ക് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് IT ഒരുപാട് ഡ്രോ ഡൗണിലേക്ക് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. IT സെക്ടറുകൾ മൊത്തം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ടെക്നോളജിക്കൽ റീസൺ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ IT സെക്ടറുകൾ താഴേക്ക് പോയത്. വിപ്രോ ആയിക്കോട്ടെ, HCL ആയിക്കോട്ടെ, നമുക്ക് ഓൾ ടൈം ഹൈ മാർക്ക് ചെയ്യാം. വിപ്രോ, HCL, TCS, ഇൻഫോസിസ് എല്ലാം നല്ല രീതിയിൽ ഡൗൺ സൈഡാണ്. ഇത് മോർ ദാൻ 50 ഞാൻ എന്തുകൊണ്ട് പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾക്ക് IT സെക്ടറിൽ ഏത് സ്റ്റോക്കുകൾ മുകളിലേക്ക് ഒരു അപ്സൈഡിലേക്ക് പോകുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് നിഫ്റ്റി ബീസ് ഹോൾഡ് ചെയ്യാം. ഇന്ത്യയുടെ IT സെക്ടർ ഗ്രോത്ത് ഉറപ്പായും ഗ്രോത്ത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് IT ബീസ് ഹോൾഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും ബെനിഫിഷ്യറീസാണ് നമുക്ക് ലോങ് റണ്ണിൽ. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് 30%-ഓളം ഡ്രോ ഡൗൺ പോയിട്ടുണ്ട്. 37%-ഓളം കറക്ഷൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. IT സെക്ടർ ബൂം ഉണ്ടാകുന്ന സമയത്തും മാർക്കറ്റ് റിക്കവർ ആവുന്ന സമയത്തും ഈ IT ബീസും നല്ല രീതിയിൽ റിക്കവറി കാണിക്കും. അതുകൊണ്ട് നല്ലൊരു സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് IT ബീസ്. സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള റിസ്കിനേക്കാൾ കൂടുതൽ. അടുത്ത ഓട്ടോ സെക്ടറുകളുടെ കോമ്പിനേഷനാണ് ഓട്ടോ ബീസ് എന്ന് പറയുന്നത്. ഓൾ ടൈം ഹൈ നമ്മൾ മാർക്ക് ചെയ്തു. ETF-കളെല്ലാം നല്ലൊരു റിട്ടേണാണ് നമുക്ക് തന്നിട്ടുള്ളത്. ലോങ് റണ്ണിൽ മാർക്കറ്റിൻ്റെ അതേ ലെവലിൽ തന്നെ ETF-കൾ മൂവ് ചെയ്യാറുണ്ട്. ആൾമോസ്റ്റ് ഒരു 12%-ഓളം ഡൗൺ സൈഡ് നമുക്ക് കിട്ടി. ഓട്ടോ ബീസും 1 day ടൈം ഫ്രെയിം.
ICICI Prudential Nifty ഓട്ടോ ബീസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഷെയർ പ്രൈസ് കാണാൻ പറ്റും. 25 റുപ്പീസ് സംതിങ്ങേ ഉള്ള ഒരു ഓട്ടോ ETF നമ്മൾ വാങ്ങുന്നതിന് 12% ഡൗൺ സൈഡ്. നമ്മളിപ്പോൾ ഇതെല്ലാം ഗ്രാനി മാർക്കറ്റ് എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയാണ് അവിടെ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേഷൻ നടത്താറുണ്ട്, പോസ്റ്റുകൾ നടത്താറുണ്ട്, എല്ലാം ഉണ്ട്.